ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം. പിന്നെ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇത് വൃശ്ചിക മാസമാണ്. വൃശ്ചിക മാസത്തെന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ അയ്യപ്പസ്വാമിയുടെ, അതായത് സ്വാമി അയ്യപ്പനെ കാണാനായിട്ട് എല്ലാവരും വ്രതം അനുഷ്ഠിച്ച് മാലയൊക്കെ ഇട്ട് ഭഗവാന്റെ സന്നിധിയിൽ പോകുന്ന ഒരു നല്ല ഭക്തി നിർഭരമായ മാസമാണ്. അപ്പം അത് എല്ലാ സ്ഥലങ്ങളിലും ഭയങ്കരമായ പ്രാർത്ഥനകളുമുണ്ട്, അയ്യപ്പ ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ചും. എങ്കിലും നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു SNDP ശാഖായോഗം അല്ലെങ്കിൽ SNDPയുടെ ഒരു മന്ദിരമുണ്ട്. അവിടെ 41 ദിവസവും ഭജനയുണ്ട്. ഭജനയ്ക്ക് ഞങ്ങളെല്ലാവരും പോയി പങ്കെടുക്കും. നല്ലൊരു ദീപാരാധനയിൽ പങ്കെടുത്ത് ഭജന എല്ലാം ആലപിച്ച് വരുമ്പോൾ നമ്മുടെ മനസ്സിനൊരു വല്ലാത്ത സംതൃപ്തിയാണ്. ജാതിമത ഭേദമന്യേ നമ്മളെല്ലാവരും, ഞാനൊരു NSS കാരിയാണെങ്കിൽ കൂടിയും ഞാനതിൽ പോയി പങ്കെടുക്കാറുണ്ട്. അതുകൊണ്ട് എല്ലാവരും അതുപോലെ തന്നെ ഈ SNDP മന്ദിരങ്ങളിൽ പോയിട്ടാണെങ്കിലും നമ്മുടെ ഈ ഭജനായോഗങ്ങളിലെല്ലാം പങ്കെടുക്കണം. നമ്മൾ ഒരിക്കലും ഒന്നിൽ മാറി നിൽക്കരുത്. അതുപോലെ തന്നെ അവിടെ പാടുന്ന ഭജന ഗാനങ്ങളിലെല്ലാം നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. പിന്നെ കുട്ടികളെ ഈ വൃശ്ചിക മാസത്തിൻ്റെ പ്രാധാന്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. വൃശ്ചിക മാസത്തിൽ മാല ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മാംസാദികളൊന്നും കൂട്ടാതെ തന്നെ ദിവസവും സ്വാമിയുടെ പാട്ടൊക്കെ പാടി നന്നായിട്ട് പ്രാർത്ഥിക്കണം. നന്നായി പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഉയർച്ച കൈവരികയുള്ളൂ. വീട്ടിലാണെങ്കിലും നല്ലൊരു അന്തരീക്ഷം എന്നും അടിച്ച് നനച്ച് കുളിച്ച് വിളക്കൊക്കെ കൊളുത്തി എല്ലാവരും ഭഗവാന്റെ പാട്ട്, സ്വാമിയുടെ പാട്ട് പാടുന്നത് വളരെ നല്ലതാണ്. ഐശ്വര്യവും സമാധാനവും സന്തോഷവും നമുക്കുണ്ടാവും, ഉയർച്ചയും ഉണ്ടാകും. ഞങ്ങളുടെയൊക്കെ കൊച്ചിലെ അച്ഛനും അമ്മയൊക്കെ ശബരിമലയ്ക്ക് അച്ഛൻ മാല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ താഴത്ത് കുളമുണ്ടെങ്കിൽ കുളത്തിൽ പോയി കുളിച്ചിട്ട് വന്നിട്ടേ ഭക്ഷണം തരികയുള്ളൂ. ഡ്രസ്സ് നനച്ച് കുളിച്ചിട്ട് വരണം. അതുപോലെ തന്നെ മറ്റു കുട്ടികളുമായിട്ട് കൂട്ടുകൂടുന്നത് കൊണ്ട് തന്നെ കുളിക്കാതെ അകത്ത് കയറ്റുകയില്ല. അതുപോലെ തന്നെ സ്ത്രീ ജനങ്ങളെല്ലാവരും ഒരു 4 ദിവസം നമുക്ക് ഇടപഴകാൻ പറ്റാത്ത ആ ദിവസങ്ങളിലെല്ലാം നമ്മളെ ആ വീട്ടിൽ പോലും നിർത്തുകയില്ല. സ്വാമിയെ കാണാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പം ഇതെല്ലാം നമ്മൾ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെല്ലാം ഓരോ മാസത്തിൻ്റെയും പ്രത്യേകതകളും എല്ലാം നമ്മുടെ ഓരോ വർഷത്തിൽ ഓരോരോ പ്രത്യേകതകളുണ്ട്. അതെല്ലാം നമ്മൾ അനുഷ്ഠിക്കണം. അത് പ്രത്യേകിച്ച് ശബരിമല സ്വാമി ഒരു കന്യ അയ്യപ്പനാണ്. അതുകൊണ്ട് തന്നെ അയ്യപ്പൻ്റെ അടുത്ത് പോകുമ്പോൾ നല്ല വ്രതശുദ്ധിയോടുകൂടി വേണം പോകുവാനായിട്ട്. അല്ലാതെ ഒരു നേരം പോക്കായിട്ട് ആരും പോകരുത്. അതുകൊണ്ടാണ് സ്വാമിയെ ശരണമയ്യപ്പോ എന്നുള്ള, സ്വാമിയെ അയ്യപ്പോ എന്ന് വിളിച്ച് തന്നെ ആ കരിമല കയറുമ്പോൾ ആ കരിമല കയറ്റം അത്ര കഠിനമല്ലാതായി മാറിത്തീരുന്നത്. പക്ഷെ തിരിച്ചു വരുമ്പോൾ നമ്മുടെ കാലിന് വേദന ഉണ്ടാവും, വല്ലാത്തൊരു അസ്വസ്ഥതയൊക്കെ അനുഭവപ്പെടില്ല. അങ്ങോട്ട് പോകുമ്പോൾ ഒരു സങ്കടവും ബുദ്ധിമുട്ടോ ഒന്നും നമുക്കുണ്ട് അനുഭവപ്പെടില്ല. കാരണം അത് അയ്യപ്പൻ്റെ അടുത്തേക്ക് പോകാനുള്ള ആകാംക്ഷയും ജിജ്ഞാസയും കൊണ്ടാണ്. അപ്പം ഒത്തിരി ദിവസമായി ഗൈസ് ഞാനൊരു ഷോർട്സ് ചെയ്തിട്ട്. എല്ലായ്പ്പോഴും ഓരോരോ അമ്പലങ്ങളിലെ വൈക്കത്തഷ്ടമി പ്രമാണിച്ചുള്ള പ്രോഗ്രാംസുകളാണ് ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങളോട് പറയുവാനായിട്ട് വന്നത്. അപ്പോൾ എല്ലാവരും കാണുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ ആരും ലൈക്കോ കമൻറ്റോ സബ്സ്ക്രൈബോ ചെയ്യുന്നില്ല. അതും കൂടി ചെയ്തു തരണം. എങ്കിൽ മാത്രമേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ആയിത്തീരാനായിട്ട് സാധിക്കുകയുള്ളൂ. Okay guys, bye bye. Good night.